ക്ലാസിഫിക്കേഷൻസ് ഓഫ് എൻട്രപ്രണർ. എൻട്രപ്രണേഴ്സിനെ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. ടൈപ്പ് ഓഫ് ബിസിനസ്സിൻ്റെ ബേസിൽ എൻട്രപ്രണേഴ്സിനെ 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ബിസിനസ് എൻട്രപ്രണേഴ്സ്, ദെൻ ട്രേഡിംഗ് എൻട്രപ്രണേഴ്സ്, ഇൻഡസ്ട്രിയൽ എൻട്രപ്രണേഴ്സ്, കോർപ്പറേറ്റ് എൻട്രപ്രണേഴ്സ്, അഗ്രികൾച്ചറൽ എൻട്രപ്രണേഴ്സ്. ഇതിനകത്ത് ബിസിനസ് എൻട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ ബിസിനസ് ഐഡിയ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എൻ്റർപ്രൈസ് ആരംഭിക്കുകയും അത് റൺ ചെയ്യുകയും ചെയ്യുന്ന എൻട്രപ്രണേഴ്സാണ് ബിസിനസ് എൻട്രപ്രണേഴ്സ്. ഒരു എൻട്രപ്രണറുടെ ബിസിനസ് ഐഡിയ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു എൻ്റർപ്രൈസ് നടത്തുന്ന സംരംഭകരാണ് ബിസിനസ് എൻട്രപ്രണേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ ട്രേഡിംഗ് എൻട്രപ്രണേഴ്സ്. ട്രേഡിംഗ് എൻട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് മാത്രം ചെയ്യുന്ന എൻട്രപ്രണേഴ്സ് ആയിരിക്കും ട്രേഡിംഗ് എൻട്രപ്രണേഴ്സ്. അതായത് ഏതെങ്കിലും ഒരു ഡിമാൻഡുള്ള പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാതെ ബൈ ചെയ്ത് സെല്ല് ചെയ്യുന്ന ആക്ടിവിറ്റി മാത്രം ചെയ്യുകയും അതിൻ്റെ സെയിലിന് വേണ്ടി സെയിൽ പ്രൊമോഷൻ ടെക്നിക്കുകൾ അഡോപ്റ്റ് ചെയ്ത് ആ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന എൻട്രപ്രണേഴ്സ് ആയിരിക്കും ട്രേഡിംഗ് എൻട്രപ്രണേഴ്സ്. ദെൻ ഇൻഡസ്ട്രിയൽ എൻട്രപ്രണേഴ്സ്. ഇൻഡസ്ട്രിയൽ എൻട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ബിസിനസ് നടത്തുന്ന സംരംഭകരായിരിക്കും ഇൻഡസ്ട്രിയൽ എൻട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും മാനുഫാക്ചറേഴ്സാണ് വരുന്നത്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് മേക്ക് ചെയ്യുന്ന തരത്തിലുള്ള എൻട്രപ്രണേഴ്സാണ് ഇൻഡസ്ട്രിയൽ എൻട്രപ്രണേഴ്സ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ദെൻ കോർപ്പറേറ്റ് എൻട്രപ്രണേഴ്സ്. കോർപ്പറേറ്റ് എൻട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആക്ടിൻ്റെ ബേസിൽ ഒരു എൻ്റർപ്രൈസ് ആരംഭിക്കുന്ന തരത്തിലുള്ള എൻട്രപ്രണേഴ്സാണ് കോർപ്പറേറ്റ് എൻട്രപ്രണേഴ്സ്. എക്സാമ്പിൾ പറഞ്ഞാൽ കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനി ഫോം ചെയ്ത് ബിസിനസ് നടത്തുന്ന സംരംഭകരെ കോർപ്പറേറ്റ് എൻട്രപ്രണേഴ്സ് എന്ന് പറയുന്നു. ദെൻ അഗ്രികൾച്ചറൽ എൻട്രപ്രണേഴ്സ്. അഗ്രികൾച്ചറൽ എൻട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് നടത്തുന്ന സംരംഭകരായിരിക്കും അഗ്രികൾച്ചർ എൻട്രപ്രണേഴ്സ്. അതായത് മാർക്കറ്റിംഗ് ഓഫ് ക്രോപ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇങ്ങനെ അഗ്രികൾച്ചർ റിലേറ്റഡ് ബിസിനസ് നടത്തുന്ന ഓൺട്രപ്രണേഴ്സ് ആയിരിക്കും അഗ്രികൾച്ചറൽ ഓൺട്രപ്രണേഴ്സ്. ഇങ്ങനെ 5 വിഭാഗമാണ് ടൈപ്പ് ഓഫ് ബിസിനസ്സിൻ്റെ ബേസിൽ എൻട്രപ്രണേഴ്സായിട്ട് വരുന്നത്. ദെൻ അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജി. ടെക്നോളജിയുടെ യൂസിനനുസരിച്ച് എൻട്രപ്രണേഴ്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ടെക്നിക്കൽ എൻട്രപ്രണേഴ്സ് എന്നും പ്രൊഫഷണൽ എൻട്രപ്രണേഴ്സും. ടെക്നിക്കൽ എൻട്രപ്രണേഴ്സിനെ ഒരു ക്രാഫ്റ്റ്സ്മാൻ ടൈപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് പുതിയ തരത്തിലുള്ള ടെക്നിക്സുകൾ അല്ലെങ്കിൽ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി പ്രോഡക്ട്സ് അല്ലെങ്കിൽ പുതിയ ഗുഡ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള എൻട്രപ്രണേഴ്സിൻ്റെ എയിം എന്ന് പറയുന്നത്. അവരെയാണ് ടെക്നിക്കൽ എൻട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദെൻ പ്രൊഫഷണൽ എൻട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ എൻട്രപ്രണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആരംഭിക്കുക എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ എൻട്രപ്രണറുടെ ഇൻട്രസ്റ്റ്. അതായത് ഒരു വ്യക്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ബിസിനസ്സിലുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുകയും അത് മറ്റൊരാൾക്ക് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സെയിൽസ് പ്രോസസ് വെച്ചിട്ട് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് റണ്ണിങ് സ്റ്റേജിലാകുമ്പോൾ അത് വിറ്റിട്ട് വീണ്ടും ഒരു പുതിയ ഐഡിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതും ഇതുപോലെ റൺ ചെയ്യുന്ന സ്റ്റേജ് ആകുമ്പോൾ അത് മറ്റൊരാൾക്ക് വിൽക്കുക. അതായത് അങ്ങനെയുള്ള എൻട്രപ്രണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് കമൻസ് ചെയ്യുക എന്നുള്ള ഇൻട്രസ്റ്റ് മാത്രമായിരിക്കും പ്രൊഫഷണൽ എൻട്രപ്രണേഴ്സിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ യൂസ് ഓഫ് ടെക്നോളജിയുടെ ബേസിൽ 2 തരത്തിലുള്ള എൻട്രപ്രണേഴ്സാണ് ടെക്നിക്കലും പ്രൊഫഷണലും. ദെൻ അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് മോട്ടിവേഷൻ ഫാക്ടേഴ്സിൻ്റെ ബേസിൽ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പ്യുവർ എൻട്രപ്രണേഴ്സ്, ഇൻഡ്യൂസ്ഡ് എൻട്രപ്രണേഴ്സ്, മോട്ടിവേറ്റഡ് എൻട്രപ്രണേഴ്സ്,
സ്പോണ്ടേനിയസ് എൻ്റർപ്രണേഴ്സ്. ഫസ്റ്റ് വൺ പ്യുവർ എൻ്റർപ്രണേഴ്സ്. പ്യുവർ എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മോട്ടിവേഷൻ ഫാക്ടറായിട്ട് വരുന്നത് എക്കണോമിക് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റിവാർഡ്സ് ആണ്. അതായത് ഒരു വ്യക്തി അയാളുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ പ്രോഫിറ്റിനോ വേണ്ടി ഒരു എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള എൻ്റർപ്രണേഴ്സിനെ പ്യുവർ എൻ്റർപ്രണേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ദെൻ ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണേഴ്സ്, അതായത് ഏതെങ്കിലും ഒരു ഇൻഡ്യൂസ്ഡ് ഫാക്ടർ മുഖാന്തരം ഒരു എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന എൻ്റർപ്രണേഴ്സിനെയാണ് ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അസിസ്റ്റൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ അല്ലെങ്കിൽ സബ്സിഡിയോ അല്ലെങ്കിൽ ഇൻസെൻറ്റീവോ ഉള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ഒരു വ്യക്തി ആ ഒരു കൺസെഷൻ കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആ പോളിസി മുഖാന്തരം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെ ഉള്ള എൻ്റർപ്രണേഴ്സിനെയാണ് ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിപരമായ താല്പര്യം എന്നതിലുപരി എന്താണ്, ഗവൺമെൻറ് കൊടുക്കുന്ന അസിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എൻ്റർപ്രണേഴ്സിനെ ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ മോട്ടിവേറ്റഡ് എൻ്റർപ്രണേഴ്സ്. മോട്ടിവേറ്റഡ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള സാഹചര്യം മനസ്സിലാക്കി ആ ഒരു മോട്ടിവേഷനോട് കൂടി ഒരു ബിസിനസ് ആരംഭിക്കുന്നവരെയാണ് മോട്ടിവേറ്റഡ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് നിലവിലൊരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡുണ്ട് എങ്കിൽ അത് ആ സ്ഥലത്ത് കിട്ടാനില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ലാഭം ഏൺ ചെയ്യാം എന്നുള്ള ചിന്തയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റർപ്രണേഴ്സാണ് മോട്ടിവേറ്റഡ് എൻ്റർപ്രണേഴ്സ്. ദെൻ സ്പോണ്ടേനിയസ് എൻ്റർപ്രണേഴ്സ്. സ്പോണ്ടേനിയസ് എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഒരു ബിസിനസ്സിന് സ്കോപ്പ് ഉള്ളത്, ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ അനുയോജ്യമായ സാഹചര്യം വരുന്നത്, അപ്പോൾ ഒരു എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികളെ സ്പോണ്ടേനിയസ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയും. എപ്പോഴാണോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാഹചര്യം കാണുന്നത് അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സാണ് സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ 4 തരത്തിലുള്ള ഓൺട്രപ്രണേഴ്സാണ് മോട്ടിവേഷൻ്റെ ബേസിൽ ഉള്ളത്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഗ്രോത്ത്. ഗ്രോത്തിൻ്റെ ബേസിൽ 2 തരത്തിലുള്ള എൻ്റർപ്രണേഴ്സാണ് ഉള്ളത്. ഗ്രോത്ത് എൻ്റർപ്രണേഴ്സും സൂപ്പർ ഗ്രോത്ത് എൻ്റർപ്രണേഴ്സും. ഗ്രോത്ത് എൻ്റർപ്രണേഴ്സ് എന്ന് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംരംഭകരാണ് ഗ്രോത്ത് എൻ്റർപ്രണേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അതേസമയം സൂപ്പർ ഗ്രോത്ത് എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർപ്രണർ അയാളുടെ ബിസിനസ്സിൽ സൂപ്പർ ഗ്രോത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെയാണ് സൂപ്പർ ഗ്രോത്ത് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഗ്രോത്ത് എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻ്റർപ്രണേഴ്സാണ് ഗ്രോത്ത് എൻ്റർപ്രണേഴ്സ്. അതേസമയം സൂപ്പർ ഗ്രോത്ത് എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഗ്രോത്ത് കൊണ്ടുവരുന്ന എൻ്റർപ്രണേഴ്സാണ് സൂപ്പർ ഗ്രോത്ത് എൻ്റർപ്രണേഴ്സ്. ദെൻ അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ ബേസിൽ ഉള്ള ക്ലാസിഫിക്കേഷനാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ ഇന്നവേറ്റിംഗ് എൻ്റർപ്രണേഴ്സ്. ഇന്നവേറ്റിംഗ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് നിലവിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി ചെയ്യുന്ന സംരംഭകരാണ് ഇന്നവേറ്റിംഗ് എൻ്റർപ്രണേഴ്സ്. അതായത് നിലവിലില്ലാതെ എന്തെങ്കിലും പുതുതായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റീസാണ് ഇന്നവേറ്റിംഗ് എൻ്റർപ്രണേഴ്സ് ചെയ്യുന്നത്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ ബേസിസിലുള്ള എൻ്റർപ്രണേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇന്നവേറ്റിംഗ് എൻ്റർപ്രണേഴ്സ്. ഇന്നവേറ്റിംഗ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും പുതുതായി
അത് ഗുഡ്സ് ആകാം, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആകാം, അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ് കണ്ടെത്തുന്നത്, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിലവിലില്ലാത്ത തരത്തിൽ ഒരു എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി ചെയ്യുന്ന സംരംഭകരാണ് ഇന്നവേറ്റിംഗ് എൻ്റർപ്രണേഴ്സ്. ദെൻ ഇമിറ്റേറ്റീവ് എൻ്റർപ്രണേഴ്സ്. ഇമിറ്റേറ്റീവ് എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ സക്സസ്ഫുള്ളായിട്ട് ഉള്ള ഏതെങ്കിലും ഇന്നവേറ്റിംഗ് എൻ്റർപ്രണേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്ത് അനുകരിച്ചുകൊണ്ട് ഒരു എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി ചെയ്യുന്ന സംരംഭകരാണ് ഇമിറ്റേറ്റീവ് എൻ്റർപ്രണേഴ്സ്. അതായത് ഇന്നവേറ്റിംഗ് എൻ്റർപ്രണേഴ്സ്, അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്നവേറ്റിംഗ് എൻ്റർപ്രണേഴ്സിനെ അനുകരിച്ചുകൊണ്ട് ഏതെങ്കിലും എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി ചെയ്യുന്ന സംരംഭകരാണ് ഇമിറ്റേറ്റിംഗ് എൻ്റർപ്രണേഴ്സ്. ദെൻ ഫാബിയൻ എൻ്റർപ്രണേഴ്സ്. ഫാബിയൻ മീൻസ് ഡിലേയിങ്. ഫാബിയൻ എൻ്റർപ്രണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ചേഞ്ച് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി വളരെ കോഷ്യസ് ആയിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള എൻ്റർപ്രണേഴ്സ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതിനു മുമ്പായിട്ട് ആ ചേഞ്ചസ് ഫെയിലർ ആയാൽ എത്രത്തോളം ലോസ് ബിസിനസ്സിലുണ്ടാകുമെന്നും അത് എങ്ങനെ റിക്കവർ ചെയ്യും എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിച്ചതിന് ശേഷം മാത്രമേ, അതിനുള്ള നടപടികളും സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള എൻ്റർപ്രണേഴ്സ് ഒരു ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഫാബിയൻ എൻ്റർപ്രണേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇവർക്ക് ഒരു ചേഞ്ച് അഡോപ്റ്റ് ചെയ്യുന്നതിന് ഒരു ഡിലേ വരുന്നത് കൊണ്ടാണ് ഇവരെ ഫാബിയൻ എൻ്റർപ്രണേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഡ്രോൺ എൻ്റർപ്രണേഴ്സ്. ഡ്രോൺ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് നിലവിലുള്ള പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഒരു തരത്തിലുള്ള ചേഞ്ചസും വരുത്താൻ തയ്യാറാകാത്തവരാണ് ഡ്രോൺ എൻ്റർപ്രണേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ സോളോ ഓപ്പറേറ്റേഴ്സ്. സോളോ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം, ഒരു ബിസിനസ്സിനെ ഒറ്റയ്ക്ക് നയിക്കുന്ന എൻ്റർപ്രണേഴ്സാണ് സോളോ ഓപ്പറേറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഒരു ബിസിനസ് ഒറ്റയ്ക്ക് ചെയ്യുന്ന സംരംഭകരാണ് സോളോ ഓപ്പറേറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ ആക്റ്റീവ് പാർട്ട്നേഴ്സ്. ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെ കേസിലാണ് ഈ ഒരു കാറ്റഗറി വരുന്നത്. ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസിലും പങ്കാളികളാകുന്ന എൻ്റർപ്രണേഴ്സാണ് ആക്റ്റീവ് പാർട്ട്നേഴ്സ്. അതേസമയം ജോയിൻറ്റ് വെഞ്ചേഴ്സിൽ ഫണ്ട് മാത്രം കൊടുത്തുകൊണ്ട് മറ്റുള്ള ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെ പറയുന്ന പേരാണ് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ്. ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഈച്ച് ആൻഡ് എവരി ഓപ്പറേഷൻസിലും ആക്റ്റീവായിട്ട് പങ്കാളികളാകുന്നവരെയാണ് ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ ഇൻവെൻറ്റേഴ്സ്. ഇൻവെൻറ്റേഴ്സ് എന്ന് പറയുന്നാൽ നിലവിലുള്ള സിസ്റ്റത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിയേറ്റീവ് ഐഡിയ കൊണ്ടുവരുന്നവരെയാണ് ഇൻവെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. പുതുതായി എന്തെങ്കിലും, അത് പ്രോഡക്ട്സ് ആവാം, പ്രൊഡക്ഷൻ മെത്തേഡ് ആവാം, അല്ലെങ്കിൽ ടെക്നിക്കാവാം, ഇങ്ങനെ എന്തെങ്കിലും നിലവിലുള്ള സിസ്റ്റത്തിൽ പുതുതായി കൊണ്ടുവരുന്ന തരത്തിലുള്ള എൻ്റർപ്രണേഴ്സാണ് ഇൻവെൻറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ചലഞ്ചേഴ്സ്. ചലഞ്ചേഴ്സ് എന്ന് പറയുന്നത് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള എൻ്റർപ്രണേഴ്സാണ് ചലഞ്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. അതായത് ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ചലഞ്ചസ് ഉണ്ട് എങ്കിൽ ആ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ റെഡിയായിട്ടുള്ളതും അങ്ങനെയുള്ള ചലഞ്ചസിനെ ഫേസ് ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിനെ സക്സസ്ഫുള്ളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും താല്പര്യമുള്ള എൻ്റർപ്രണേഴ്സാണ് ചലഞ്ചേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ ബയേഴ്സ്. ബയേഴ്സ് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത എൻ്റർപ്രണേഴ്സാണ് ബയേഴ്സിൽ വരുന്നത്. അതായത് ഓൺ ഗോയിങ് ബിസിനസ് പ്രോജക്റ്റ് ബൈ ചെയ്യുക. അതായത് ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള റിസ്കുകളൊന്നും എടുക്കാതെ, അല്ലെങ്കിൽ ഒരു സക്സസ് ആകുമോ എന്നുള്ള റിസ്കുകളൊന്നും എടുക്കാതെ തന്നെ ഓൾറെഡി റൺ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ ബൈ ചെയ്യുന്ന എൻ്റർപ്രണേഴ്സാണ് ബയേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ ലൈഫ് ടൈമേഴ്സ് അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് എൻ്റർപ്രണേഴ്സ്. അത് ഇൻഹെറിറ്റഡ് എൻ്റർപ്രണേഴ്സിൽ വരുന്നത് ഫാമിലി ബിസിനസ് കൈകാര്യം ചെയ്യുന്ന കാറ്റഗറിയാണ് ലൈഫ് ടൈമേഴ്സ് എന്ന് പറയുന്നത്. അതായത് ടാറ്റ ബിർളയൊക്കെ പോലെ പാരമ്പര്യമായിട്ട് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അവരെ ലൈഫ് ടൈമേഴ്സ് അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് എൻ്റർപ്രണേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ദെൻ ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻ്റർപ്രണേഴ്സ്. ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വരുന്നതാണ്. ഇങ്ങനെ ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സ്, അതായത് ഒരു വ്യക്തി നടത്തുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് ഇൻഡിവിജ്വൽ എൻ്റർപ്രണർ എന്ന് അറിയപ്പെടുന്നത്.
ഇങ്ങനെ ഇൻഡിവിജ്വൽ എൻ്റർപ്രണർ ഒരു സ്മോൾ സ്കെയിൽ സെക്ടറിൽ ഗ്രോ ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്. അങ്ങനെയുള്ള കേസിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻ്റർപ്രണറിന് ഉള്ള സ്കോപ്പ് വരുന്നത്. കാരണം ഒന്നിലധികം ഇങ്ങനെ ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സ് യൂണിയൻ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ടീം ആയിക്കൊണ്ട് എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി ചെയ്യുന്നതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻ്റർപ്രണേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ അടുത്തത് ടെക്നോളജിക്കൽ എൻ്റർപ്രണേഴ്സ്. ടെക്നോളജിക്കൽ എൻ്റർപ്രണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അപ്ഡേഷൻ, അതായത് പുതുതായുള്ള ടെക്നോളജീസ് അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള ഇൻട്രസ്റ്റ് ഉള്ള എൻ്റർപ്രണേഴ്സാണ് ടെക്നോളജിക്കൽ എൻ്റർപ്രണേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇതിനകത്ത് ഇവർക്ക് പ്രോഫിറ്റിൽ ഉപരി എന്താണ് പുതിയ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള എൻ്റർപ്രണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ ഇൻസ്റ്റിഗേറ്റഡ് എൻ്റർപ്രണേഴ്സ്. ഇൻസ്റ്റിഗേറ്റഡ് എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഒരു എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഇൻസ്റ്റിഗേറ്റഡ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അയാൾക്ക് സ്വന്തമായിട്ട് ആ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ പോലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു പർട്ടിക്കുലർ എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി ഒരാൾക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അങ്ങനെയുള്ള എൻ്റർപ്രണേഴ്സാണ് ഇൻസ്റ്റിഗേറ്റഡ് എൻ്റർപ്രണേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റർപ്രണേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്.